Hi students, today onwards we will study second module, that is IoT Architeture. In this module, first we will study M2M high-level ETSI Architeture. We have already studied that what is M2M, machine-to-machine communication. Machine-to-machine communication is a form of data communication that involves more than one machine that do not necessarily require human interaction or intervention in the process of communication. Actually M2M എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ മെഷീൻസ് ഇൻട്രാക്ട് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഡാറ്റ എക്സ്ചേഞ്ചിന് വേണ്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, റിസോഴ്സ് ഷെയറിങ്ങിന് വേണ്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, വിത്തൗട്ട് ദി ഇൻട്രാക്ഷൻ ഓർ ഇൻ്റർവെൻഷൻ ഓഫ് ഹ്യൂമൻ. നമ്മുടെ ഇൻട്രാക്ഷൻ ഇല്ലാതെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എൻ M2M നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഒരു M2M ആണ്, മെഷീൻ ടു മെഷീൻ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറയാം. കുറച്ചും കൂടെ നമുക്ക് പറയുകയാണെങ്കിൽ ടു മെഷീൻസ് കമ്മ്യൂണിക്കേറ്റിംഗ് ഓർ എക്സ്ചേഞ്ചിങ് ഡാറ്റ വിത്തൗട്ട് ഹ്യൂമൻ interfacing or interactions. This include serial communication or connection, power line connections through serial avam, or it may be through power line connections avam, or wireless communications in the industry of IoT. Switching over to wireless has made M2M communications much easier and enabled more applications to be concerned. ഇപ്പം നമ്മൾ ഒരുവിധ എല്ലാ കമ്മ്യൂണിക്കേഷൻസും വയർലെസ് ആവുകയാണെന്നുള്ളതാണ് നമ്മളെ മെയിൻ കൺസെപ്റ്റ്. അപ്പോൾ വയർലെസ് ആയിരിക്കും നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം വയർലെസ് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ അതിന് കുറേ എന്തുണ്ടാകും, വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആയി കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടെ M2M ഹൈ ലെവൽ ETSI ആർക്കിടെക്ചർ എന്നാണ് ഞാൻ പഠിക്കലാണ് ഈ ഒരു ഫസ്റ്റ് മോഡ്യൂളിനകത്തല്ല, ഫസ്റ്റ് മോഡ്യൂളിൻ്റെ ഫസ്റ്റ് പോർഷനകത്ത്. അതിനകത്ത് M2M എന്താ നമ്മൾ മനസ്സിലാക്കി, ഹൈ ലെവൽ ആർക്കിടെക്ചർ എന്താണ് നമ്മൾ പഠിക്കാൻ പോവാണ്. അതിനകത്തൊരു ETSI എന്ന് പറഞ്ഞ ഒരു ടേം ഉണ്ട്. വാട്ട് ഈസ് ETSI? അപ്പോൾ ഇഫ് യു വാണ്ട് ടു നോ ETSI more, we should know 3GPP. 3GPP means it's a third generation partnership process. 3GPP എന്ന് പറഞ്ഞാൽ ഒരു പ്രോജക്റ്റാണ് ആക്ച്വലി. In that project there are number of standard organizations are combined together or participated together to develop a protocols for mobile communications. Actually മെയിനായിട്ട് അവരുടെ കൺസേൺ എന്ന് പറഞ്ഞാൽ ടു ഡെവലപ്പ് പ്രോട്ടോകോൾസ് ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി പ്രോട്ടോകോൾസ് ഡെവലപ്പ് ചെയ്യുന്നതാണ്. കുറേ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻസ് ആ സ്റ്റാൻഡേർഡ് എന്നല്ല, ഓർഗനൈസേഷൻ വിച്ച് ഡെവലപ്പ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് എന്നാണ് മാറിപ്പോരുന്നത്. അപ്പം അങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യും, ഒരുമിച്ച് കൂടിയിട്ട് എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടോകോൾസ് ഡെവലപ്പ് ചെയ്യും. ഇവിടെ നമ്മൾ മൊബൈൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള പ്രോട്ടോകോൾസ് ഡെവലപ്പ് ചെയ്തു. അങ്ങനെ കുറേ പാർട്ട്നേഴ്സ് കൂടിയിട്ട്, കുറേ കമ്പനീസ് കൂടിയിട്ട്, അല്ലെങ്കിൽ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടിയിട്ട്. എങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്? സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ഡെവലപ്പ് സ്റ്റാൻഡേർഡ്സ് ഫോർ പ്രോട്ടോകോൾസ്. അവർ കുറേ പ്രോജക്ട്സൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. GSM ഇതൊന്നും നമ്മുടെ മെയിൻ കൺസേൺ അല്ല. നമുക്ക് എന്താ അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ETSI എന്നുള്ളതാണ്. അങ്ങനെ ഈ പ്രോജക്റ്റിനകത്ത് ദാറ്റ് മീൻസ് the organization participated in 3GPP project are ഇവിടെ കണ്ടിട്ടില്ല. ഇവിടെ ഓർഗനൈസേഷൻസ് പറയുന്നുണ്ട്. അസോസിയേഷൻ ഓഫ് റേഡിയോ ഇൻഡസ്ട്രിയൽ ബിസിനസ്, ജപ്പാനുള്ളതാണ് അവർ. അലയൻസ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രി സൊല്യൂഷൻസ്, ATIS, USA-ലാണ്. അപ്പോൾ അതിനകത്തുള്ള ഒരു ഓർഗനൈസേഷനാണ് എന്ത്, യൂറോപ്യൻ ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ETSI. So ETSI, the term ETSI comes from European Telecommunication Standard Institute. And നമുക്കും അഭിമാനിക്കാം, നമ്മളെ ഒരു കമ്പനി, ഇന്ത്യൻ കമ്പനി കൂടെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, TSDSI എന്ന് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ആണ്. അപ്പോൾ ഇത്രയും
പാർട്ട്നേഴ്സ് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറേ സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യുന്നത്, അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് മൊബൈൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടില്ല. അപ്പോൾ 3GPP എന്ന് പറഞ്ഞാൽ വെച്ചാൽ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്ത, അല്ലെങ്കിൽ 3GPP പ്രോജക്റ്റിനകത്തുള്ളൊരു സ്റ്റാൻഡേർഡാണ്. അവർ ടെലികമ്മ്യൂണിക്കേഷൻ ഏരിയയിലാണ് ആക്ച്വലി എന്തെന്ന് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ്, M2M ആർക്കിടെക്ചറാണ് നമ്മളിവിടെ എന്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത് M2M ഹൈ ലെവൽ ആർക്കിടെക്ചർ എന്താണ് സാധനം സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പം ഇൻട്രൊഡക്ഷനാണ്. M2M എന്താണെന്ന് നമുക്കറിയാം. ETSI ഇപ്പോൾ നമുക്കറിയാം, യൂറോപ്യൻ ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നതാണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആർക്കിടെക്ചറാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദി ബ്ലോക്ക് ഡയഗ്രാം ഓഫ് M2M ഹൈ ലെവൽ ETSI ആർക്കിടെക്ചർ. വിത്തിൻ ദിസ് നമുക്ക് രണ്ടായിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ രണ്ടായിട്ട് നമുക്ക് പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. വെച്ചാൽ നെറ്റ്വർക്ക് ഡൊമൈൻ ആൻഡ് ഡിവൈസ് ആൻഡ് ഗേറ്റ്വേ ഡൊമൈൻ. നെറ്റ്വർക്ക് ഡൊമൈൻ ആൻഡ് ഡിവൈസ് ആൻഡ് നെറ്റ്വർക്ക് ഡൊമൈൻ. In device and network domain, we have M2M device, M2M area network, M2M device, M2M area network, and M2M gateway. Here also M2M device. M2M device very ഉണ്ട്. പിന്നെ ഇതാണ് ഇതിനകത്തുള്ളത് ഡിവൈസ് ആൻഡ് ഗേറ്റ്വേ ഡൊമൈനകത്തുള്ളത്. അതിന് നെറ്റ്വർക്ക് ഡൊമൈനകത്ത് എന്തൊക്കെയാണ് നോക്കാൻ നോക്കുക. ആക്സസ് നെറ്റ്വർക്ക്, കോർ നെറ്റ്വർക്ക്, CN ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. CN means core network. M2M services and capabilities. And next one is M2M applications. Here also there is a pillar, M2M management function and network management functions. So these are the different components in M2M high level ETSI architecture. Next we can study each of these term in detail. എന്തൊക്കെയാണ് നോക്കാം. ആദ്യം ഇവിടെ ഡിലീറ്റ് ചെയ്യട്ടെ. The high level architecture of M2M includes a device, gateway domain and network domain. A device, gateway domain and network domain. Okay, the previous okay, M2M device. Okay, next one. Okay, gateway domain, device and gateway domain, and third one is network domain. So മൂന്ന് components അതിനകത്തുണ്ട്. First is device and second one is gateway domain. അതിവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, gateway domain and network domain. Okay, first നമുക്ക് നോക്കണ്ട what is device. ഡിവൈസ് എന്താണെന്ന് നോക്കാം നമുക്ക്, ആൻഡ് ഗേറ്റ്വേ ഡൊമൈൻ എന്താണെന്ന് നോക്കാം. ഓരോന്നും നമുക്ക് നോക്കാം. The device and gateway domain is composed of the following components. First one M2M device, and second one M2M area network and M2M gateway. The device and gateway domain composed of the following elements. മൂന്ന് components അതിനകത്ത് M2M device, next one M2M area network and M2M gateway. നമുക്ക് പ്രീവിയസ് ഫ്ലോ ചാർട്ട് നോക്കി കഴിഞ്ഞാൽ ഡയഗ്രാം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാൻ പറ്റും. M2M device, ഇവിടെ M2M device ഉണ്ട്. M2M area network, this is M2M area network and M2M gateway. Okay, so device and gateway includes three components, that is M2M device, M2M area network and M2M gateway. മനസ്സിലായില്ല, മൂന്ന് കമ്പോണൻസ് ആണ് ഇതിനകത്തുള്ളത്. The device and gateway domain is composed of the following elements. M2M device, a device that runs M2M application using M2M service capabilities. Any device which can run in M2M application using M2M service compatibilities called M2M device. ഏതൊരു ഡിവൈസസിനെയും M2M എന്ന് പറഞ്ഞാൽ മെഷീൻ ടു മെഷീൻ കമ്മ്യൂണിക്കേഷനകത്ത്
വർക്ക് ചെയ്യുന്ന ഏത് ഡിവൈസിനെയും നമുക്ക് എന്ത് പറയാം, M2M ഡിവൈസ് എന്ന് പറയാൻ പറ്റും. അതെന്തായിരിക്കണം, M2M സർവീസ് കേപ്പബിലിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആയിരിക്കണം. M2M ഡിവൈസസ് കണക്ട് ടു നെറ്റ്വർക്ക് ഡൊമൈൻ ദി ഫോളോയിങ് ടേംസ്. ഇതിനകത്ത് നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയാനുണ്ട്. വാട്ട് ഈസ് നെറ്റ്വർക്ക് ഡൊമൈൻ ആൻഡ് വാട്ട് ഈസ് ഗേറ്റ് വേ ഡൊമൈൻ. എന്താണ് ഗേറ്റ് വേ ഡൊമൈൻ, എന്താണ് നെറ്റ്വർക്ക് ഡൊമൈൻ എന്നുള്ളതാണ്. എ നെറ്റ്വർക്ക് ഡൊമൈൻ is an administrative grouping of multiple private computer network within the same infrastructure. നമ്മളൊരു നെറ്റ്വർക്ക് ഡൊമൈൻ എന്ന് പറയുന്ന സാധനം, ഡൊമൈൻ DNS എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ടൈംസ്. DNS നമ്പർ, ഡൊമൈനൊരു നമ്പർ, ഒരു സ്പെസിഫിക് നമ്പർ എന്നൊക്കെ കേൾക്കാൻ പറ്റും. ഇതൊക്കെ ആക്ച്വലി പ്യുവർലി നെറ്റ്വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ടേംസാണ്. അപ്പം നെറ്റ്വർക്ക് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നെറ്റ്വർക്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം ഇൻഫ്രാസ്ട്രക്ചറുള്ള ഒരു കുറേ കമ്പ്യൂട്ടേഴ്സിനെ, പ്രൈവറ്റ് കമ്പ്യൂട്ടേഴ്സിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നെറ്റ്വർക്ക് ഡൊമൈൻ. ആ എൻറ്റയർ ഗ്രൂപ്പിനെയാണ് നമ്മളൊരു ഡൊമൈൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ കുറേ ഗ്രൂപ്പ് ഓഫ് നെറ്റ്വർക്ക്സ് ഉണ്ടാകും. ഇപ്പോൾ സിമിലർ ഇൻഫ്രാസ്ട്രക്ചറിലുള്ള കുറേ പ്രൈവറ്റ് കമ്പ്യൂട്ടേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സെയിം ഗ്രൂപ്പാക്കി വയ്ക്കുന്നു. ആ ഗ്രൂപ്പൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും, പ്ലസ് ഷെയർ ചെയ്യാൻ പറ്റും, ഒക്കെ ചെയ്യാൻ പറ്റും. ഈ ഗ്രൂപ്പും വേറൊരു ഗ്രൂപ്പുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ PGയുടെ ലാബ് എന്ന് വിചാരിക്കും. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലുള്ള സതീശൻ സാറിൻ്റെ ലാബിലുള്ള കമ്പ്യൂട്ടേഴ്സ്, അതിനകത്തുള്ള സെയിം കമ്പ്യൂട്ടേഴ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പ് ചെയ്യുന്നു, നെറ്റ്വർക്ക് ചെയ്യുന്നു. അതിന് നമ്മൾ എന്ത് പറയുന്നു, അതിനൊരു ഡൊമൈനാക്കി വയ്ക്കുന്നു. എന്നിട്ട് നമുക്ക് ഏറ്റവും മേലെയുള്ള MCAയുടെ ഒരു ലാബിനകത്തുള്ള ഒരു കമ്പ്യൂട്ടേഴ്സിന് എന്ത് ചെയ്യുന്നു, എഗെയിൻ അതിനൊരു ഗ്രൂപ്പ് ചെയ്യുന്നു. അതിനകത്തുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ സിസ്റ്റത്തിനൊക്കെ നമ്മൾ എന്തെങ്കിലും ഗ്രൂപ്പ് ചെയ്തിട്ട് നെറ്റ്വർക്ക് ആക്കുന്നു. അത് സെക്കൻഡ് ഡൊമൈനായിട്ട് വയ്ക്കുന്നു. ആ ഡൊമൈനും ഈ ഡൊമൈനിലുള്ള നെറ്റ്വർക്ക്സും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായി പറയുന്നത്? അപ്പോൾ ഡൊമൈൻസിനകത്ത് നമുക്കങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം M2M നെറ്റ്വർക്ക് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതാണ്. ഇനി ഡൊമൈൻ ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ, ഡൊമൈൻ ഗേറ്റ് വേ ഈസ് എ server that enables access to and from the remote network. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് ഡൊമൈൻ എന്ന് പറഞ്ഞു, ആ രണ്ട് ഡൊമൈൻ തമ്മിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സെർവർ വയ്ക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സിസ്റ്റം വയ്ക്കുന്നു. ആ സിസ്റ്റം വഴിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗേറ്റ് വേ ഡൊമൈൻ അല്ലെങ്കിൽ ഡൊമൈൻ ഗേറ്റ് വേ എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാകുന്നതായിരിക്കും. ഇപ്പോൾ സതീശൻ സാറിൻ്റെയും MCA ലാബിലുള്ള സിസ്റ്റം തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന നമ്മളൊരു സെർവർ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സിസ്റ്റം യൂസ് ചെയ്യുന്നു. ആ സിസ്റ്റത്തിന് നമുക്ക് ഒരു ഗേറ്റ് വേ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ യൂസ് ചെയ്യുന്നു. ആ ഹാർഡ്വെയറിന് നമുക്ക് എക്സാക്ട്ലി ഇങ്ങനെയാണെന്ന് വിചാരിക്കേണ്ട, കുറച്ച് ഡിഫറൻസ് ഉണ്ടാകും. ആ സിസ്റ്റത്തിന് നമ്മൾ എന്ത് പറയുന്നു, ഗേറ്റ് വേ എന്ന് പറയുന്നു. ഇപ്പോൾ രണ്ട് സിമിലർ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് നെറ്റ്വർക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർ ആണ് ആക്ച്വലി എന്ന് പറയുന്നത് ഗേറ്റ് വേ എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്തു. ഇനി M2M ഡിവൈസ് എന്ന് പറയുന്ന സാധനം നമ്മൾ പഠിച്ചു. ഡിവൈസ് that runs M2M applications using M2M service capabilities. M2M device connect to the network domain in the following manner. ഇനി M2M ഡിവൈസ് എങ്ങനെയാണ് നെറ്റ്വർക്ക് ഡൊമൈനിനെ നമ്മൾ എന്നത് കണക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് അഗൈൻ ഫിഗർ നോക്കാം. ഇതാണ് ആക്ച്വലി നെറ്റ്വർക്ക് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ. ഇത് M2M ഏരിയ നെറ്റ്വർക്കാണ്. ഇപ്പം ഡിവൈസസിൻ്റെ ഇവിടെ ഡിവൈസസ് ഉണ്ട്. രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെറ്റ്വർക്ക് ഡൊമൈനിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ആക്സസ് നെറ്റ്വർക്കിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് M2M ഡിവൈസ് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ആക്സസ് നെറ്റ്വർക്ക് ടു ആക്സസ് ദി ഡൊമൈൻ നെറ്റ്വർക്ക്. ഡൊമൈൻ നെറ്റ്വർക്കിനെ ആക്സസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇറ്റ്സ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ദി ആക്സസ് നെറ്റ്വർക്ക്. അപ്പോൾ അതൊരു മെത്തേഡ് എന്ന് പറയാം. ആൻഡ് സെക്കൻഡ് മെത്തേഡ് ഈസ് M2M ഡിവൈസ് ഈസ് കണക്റ്റഡ് ടു area network through which we can connect M2M gateway and gateway connected to the access network. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു മെത്തേഡ് ഇപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് M2M ഡിവൈസ് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ദി ആക്സസ് നെറ്റ്വർക്ക്. അങ്ങനെ ഡയറക്ട്ലി കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് സം ഫെസിലിറ്റി. M2M ആപ്ലിക്കേഷൻസ്, M2M സർവീസ് കേപ്പബിലിറ്റീസ് ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ ആയിരിക്കണം. കുറച്ചും കൂടെ കപ്പാസിറ്റി ഉള്ളൊരു സാധനമായിരിക്കണം ഈ M2M ഡിവൈസ്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വി ക്യാൻ ഡയറക്ട്ലി കണക്റ്റഡ് ടു ദി ആക്സസ് നെറ്റ്വർക്ക് വിച്ച് ഇൻ ടേൺ കണക്റ്റഡ് ടു ദി നെറ്റ്വർക്ക് ഡൊമൈൻ. ഓക്കെ,
Otherwise, M2M device is connected to M2M area network, which in turn connected to M2M gateway. M2M gateway ആയിരിക്കും നമുക്ക് എന്ത് ആക്സസ് ചെയ്യുന്നത്, നെറ്റ്വർക്ക് ഡൊമൈൻ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ തരുന്നത്. ഓക്കെ, അതാണ് അവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് M2M device that runs M2M applications using M2M device is connected to network domain in the following manner. Case 1 എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് കേസിൽ എന്താ, ഡയറക്ട്ലി കണക്ടിവിറ്റി. M2M device നമ്മൾ പറഞ്ഞില്ലേ, M2M device connected to the network domain via access network. Access network വഴിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കണക്ട് ചെയ്യാൻ പറ്റുന്നത്. Network device is connected to the network domain via access network. Access network വഴിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കണക്ട് ചെയ്യാൻ പറ്റുക. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അപ്പോൾ അങ്ങനെ ഒരു മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. നമുക്ക് അപ്പം M2M device connected to the network domain via access network. The M2M device performs the procedures such as registration, authentication, authorization, management, provisioning and network domain with the network domain. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആര് പെർഫോം ചെയ്യണം, M2M ഡിവൈസിനകത്ത് തന്നെ പെർഫോം ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. സോ M2M device performs procedures such as registration, authentications, authorizations, management and provisioning with the network domain. നെറ്റ്വർക്ക് ഡൊമൈനായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ആര് പെർഫോം ചെയ്യണം, നെറ്റ്വർക്ക് ഡിവൈസസ് തന്നെ, M2M ഡിവൈസസ് തന്നെ എന്ത് ചെയ്യണം, പെർഫോം ചെയ്യണം. M2M device may provide service to other devices connected to the hidden from the network domain. നെറ്റ്വർക്ക് ഡൊമൈനിന് ഹിഡൻ ആയിട്ടുള്ള ഡിവൈസസും എന്ത് ചെയ്യാൻ പറ്റണം, M2M ഡിവൈസിന് കണക്ട് ചെയ്യാൻ പറ്റണം. മനസ്സിലായോ? അപ്പോൾ M2M ഡിവൈസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്രയും കേപ്പബിലിറ്റി ഉള്ള ഒരു ഡിവൈസസ് ആയിരിക്കണം. ആൻഡ് സെക്കൻഡ് മെത്തേഡ് ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, M2M device may provide service to other devices connected to it that are hidden from the network domain. നെറ്റ്വർക്ക് ഡൊമൈനിന് ഹിഡൻ ആയിട്ടുള്ള വേറെ കുറേ സിസ്റ്റം ആർക്ക് കണക്ട് ചെയ്യാൻ പറ്റണം, സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാനും ആർക്ക് പറ്റണം, ഈ M2M ഡിവൈസിന് പറ്റണം. ആൻഡ് സെക്കൻഡ് ടെക്നിക്സ് ഈസ് സെക്കൻഡ് മെത്തേഡ് ഈസ് ഗേറ്റ്വേ ആസ് എ നെറ്റ്വർക്ക് പ്രോക്സീസ്. ഗേറ്റ്വേ ആസ് നെറ്റ്വർക്ക് പ്രോക്സീസ്, നെറ്റ്വർക്ക് പ്രോക്സി ആയിട്ടുള്ള ഗേറ്റ്വേ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കണക്ട് ചെയ്യാൻ പറ്റണം. M2M device is connected to the network domain via M2M gateway. ഗേറ്റ്വേ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളത് നോക്കാം. നമുക്ക് നെറ്റ്വർക്ക് ഡിവൈസാണിത്. നെറ്റ്വർക്ക് ഡിവൈസാണിത്. ഇതുപോലെ തന്നെയുള്ള ഡിവൈസാണ്, പക്ഷേ ഇതിന് ഫെസിലിറ്റി ഒക്കെ കുറവാണ്. M2M ഡിവൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെറ്റ്വർക്ക് ഡൊമൈനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്, ത്രൂ ഗേറ്റ്വേ. ഈ ഗേറ്റ്വേ വഴിയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ നെറ്റ്വർക്ക് ഡിവൈസ് എന്തായിരിക്കും, ഒരു M2M ഏരിയ നെറ്റ്വർക്കിനകത്തായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത്. ആ ഏരിയ നെറ്റ്വർക്കിന് എന്തുണ്ടായിരിക്കും, ഒരു ഗേറ്റ്വേ ഉണ്ടായിരിക്കും. ത്രൂ ദാറ്റ് ഗേറ്റ്വേ വി ക്യാൻ കണക്ട് ദി നെറ്റ്വർക്ക് ഡൊമൈൻ ത്രൂ ആക്സസ് നെറ്റ്വർക്ക്. നമുക്ക് നോക്കാം വാട്ട് ഇസ് ആക്സസ് നെറ്റ്വർക്ക് എന്താണെന്ന് നോക്കാം. So the M2M device connect the network domain via M2M gateway. M2M device connected to the M2M gateway using M2M area network. M2M area network വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗേറ്റ്വേയിൽ കണക്ട് ചെയ്യുന്നത്. The M2M gateway act as a proxy for the network domain towards the M2M device that are connected to it. M2M gateway എന്ത് ചെയ്യും, act as a proxy for the network domain. ഡൊമൈനിൻ്റെ ഒരു പ്രോക്സി ആയിട്ട് എന്ത് ചെയ്യും, ആക്ട് ചെയ്യും towards the M2M device that are connected to it. അപ്പോൾ ഇതിനകത്ത് ഈ നെറ്റ്വർക്കിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസസിനകത്തും ഡിവൈസിൻ്റെയും ഒരു ഗേറ്റ് വേ ആയിട്ട് ആക്ട് ചെയ്യും. അതാണ് ആക്ച്വലി എങ്ങോട്ട് കണക്ട് ചെയ്യുന്നത്, യൂഷ്വൽ കണക്റ്റഡ് ടു ദി നെറ്റ്വർക്ക് ഡൊമൈൻ ത്രൂ ആക്സസ് നെറ്റ്വർക്ക്. M2M devices may be connected to the network domain via multiple M2M gateway. ഒന്നിൽ കൂടുതൽ ഗേറ്റ്വേ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. So this is M2M device. M2M device എന്താണെന്ന് നമ്മൾ പറഞ്ഞു, the device that runs M2M applications using service capabilities. M2Mൻ്റെ സർവീസ് കേപ്പബിലിറ്റീസ് യൂസ് ചെയ്തിട്ട് M2M ആപ്ലിക്കേഷനകത്ത് റൺ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഡിവൈസസിനെയും നമുക്ക് എന്ത് പറയാൻ പറ്റും, M2M ഡിവൈസ് എന്ന് പറയാൻ പറ്റും.
M2M ഡിവൈസ് നമുക്ക് നെറ്റ്വർക്ക് ഡൊമൈനിനെ കണക്ട് ചെയ്യാൻ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് കണക്ടിവിറ്റി ആൻഡ് സെക്കൻഡ് വൺ ത്രൂ ഗേറ്റ് വേ. ഓക്കെ, അത് രണ്ടും നമ്മൾ സ്പെസിഫൈ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ആൻഡ് M2M area network provides connectivity between M2M devices and M2M gateway. So M2M area network is a network. In that network, all the devices are connected. M2M devices are connected, and this network is connected to the network domain through gateway. നമ്മൾ പറഞ്ഞു ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സ്പെഷ്യൽ സിസ്റ്റമാണ്, സ്പെഷ്യൽ കമ്പ്യൂട്ടറാണ്, സോഫ്റ്റ്വെയർ അല്ല, സെർവറാണ്. ആ സെർവർ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, വേറൊരു ഡൊമൈനെ അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നത്. അപ്പം എക്സാമ്പിൾ M2M ഏരിയ നെറ്റ്വർക്ക് ഇൻക്ലൂഡ്സ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ടെക്നോളജി സച്ചസ് IEEE യൂസ് ചെയ്തിട്ടില്ല, ബ്ലൂടൂത്ത് യൂസ് ചെയ്തിട്ടില്ല കുറേ നെറ്റ്വർക്കൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും, M2M ഏരിയ നെറ്റ്വർക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് M2M ഗേറ്റ്വേ. A gateway that runs M2M applications using M2M service capabilities. Gateway എപ്പോഴും എന്തായിരിക്കും, M2M അപ്ലിക്കേഷൻസ് റൺ ചെയ്യാൻ പറ്റുന്ന M2M സർവീസ് കേപ്പബിലിറ്റീസ് ഉള്ള ഒരു മെഷീനായിരിക്കും M2M ഗേറ്റ്വേ എന്ന് പറഞ്ഞാൽ. നമ്മളിവിടെ നോക്കിയാൽ മനസ്സിലാവും നമുക്ക്, പ്രീവിയസ് എക്സാമ്പിൾ എടുക്കണമെന്നേ. അപ്പോൾ ഇവിടെ ഈ ഗേറ്റ്വേയുടെ എല്ലാ ഫെസിലിറ്റീസും ഏതിനകത്തുണ്ടായിരിക്കും, ഈ ഡിവൈസിനകത്തുണ്ടായിരിക്കും. കുറച്ചും കൂടെ കണ്ടില്ലേ, ഈ ഡിവൈസ് നോക്കിയാൽ നിങ്ങൾ, ഈ ഡിവൈസിനകത്ത് M2M അപ്ലിക്കേഷൻസ് ഉണ്ട്, M2M സർവീസ് കേപ്പബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് ഈ രണ്ട് ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് ഈ M2M ഡിവൈസിന് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ്ലി എവിടെ ആക്സസ് ചെയ്യാൻ പറ്റും, നെറ്റ്വർക്ക് ആക്സസ് നെറ്റ്വർക്കിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ M2M ഡിവൈസസിന് എന്തില്ല, M2M അപ്ലിക്കേഷൻസ് ഇല്ല, M2M സർവീസ് കേപ്പബിലിറ്റീസ് ഇല്ല. അപ്പോൾ അത് ഏതിനകത്താണ് ഉള്ളത്, ഗേറ്റ് വേക്കകത്താണ് ഉള്ളത്, ഇല്ല, ഈ ഗേറ്റ് വേക്കകത്താണ് ഉള്ളത്. അപ്പോൾ ഈ ഗേറ്റ് വേക്ക് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു, ഡിവൈസ് എങ്ങോട്ട് കണക്ട് ചെയ്യുന്നു, M2M ഗേറ്റ് വേയിൽ കണക്ട് ചെയ്യുന്നു ത്രൂ M2M ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുന്നത്, നെറ്റ്വർക്ക് ഡൊമൈനിനകത്തേക്ക് കണക്ട് ചെയ്യുന്നത്. സോ M2M ഗേറ്റ്വേ is a machine or a server that runs M2M applications using M2M service capabilities. The gateway acts as a proxy between M2M device and network domain. നെറ്റ്വർക്ക് ഡൊമൈനിനും M2M ഡിവൈസസിനും ഇടയിലുള്ളൊരു സെർവറാണ് ആക്ച്വലി എന്ത്, M2M ഗേറ്റ്വേ എന്ന് പറയുന്നത്. M2M gateway may provide services to other devices connected to the hidden from the network domain. നെറ്റ്വർക്ക് ഡൊമൈനിനകത്തേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാത്ത എല്ലാ ഡിവൈസസിനെയും സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ ആര് ബാധ്യസ്ഥനാണ്, M2M ഗേറ്റ്വേ ബാധ്യസ്ഥനാണ്. So these are the three components in the device and gateway components. Device and gateway components nathalla moonu component aanu the device, gateway, domain gateway, and M2M area network. Next we can consider network domain. What are the components and facility provided by the network domain? നമ്മൾ നെറ്റ്വർക്ക് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ. നെറ്റ്വർക്ക് ഡൊമൈൻ is an administrative grouping of multiple private computer network within the same infrastructure. That is network domain. നെറ്റ്വർക്ക് ഡൊമൈനകത്തുള്ള ഒരു കമ്പോണൻസ് നോക്കാം നമുക്ക്. Network domain is composed of the following elements: access network, core network, and next M2M service capabilities and M2M applications. Network management function, M2M management functions. That means network domain consists of എന്തൊക്കെയാണുള്ളത്. First one, access network. This is access network. Core network CN, M2M capabilities, M2M service capabilities, and M2M applications. Here also M2M management functions and network management functions. So these are the components of network domain. Okay. Network domain is composed of the following elements. Network domain on the access network.
Access network is a user network that connects the subscribers to the particular service providers. Actually, network access network is a user network that connects the subscriber to a particular service provider. Either network, for example, okay. Ethernet എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി ഒരു എക്സാമ്പിളാണ്. എന്താണ് ആക്സസ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ യൂസർ നെറ്റ്വർക്ക് ദാറ്റ് കണക്ട്സ് ദി സബ്സ്ക്രൈബേഴ്സ് ടു ദി പെർട്ടിക്കുലർ സർവീസ് പ്രൊവൈഡേഴ്സ്. ഒരു പെർട്ടിക്കുലർ സർവീസ് പ്രൊവൈഡറിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന യൂസർ നെറ്റ്വർക്കിനെയാണ് നമ്മളെന്ന് പറയുന്നത് ആക്സസ് നെറ്റ്വർക്ക് എന്ന് പറയുക. ഒരു സർവീസ് പ്രൊവൈഡറിനെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു യൂസർ നെറ്റ്വർക്കിനെയാണ് നമ്മളെന്ന് പറയുന്നത് ആക്സസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അവിടെ നോക്കിയാൽ അതിൻ്റെ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ അതാണ്. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? ആക്സസ് നെറ്റ്വർക്ക്. അപ്പോൾ ഇവിടെയുള്ള ഡിവൈസസിന് ഈ കോർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാണ് മെയിൻ നെറ്റ്വർക്ക്. സർവീസ് പ്രൊവൈഡർ എന്നൊക്കെ പറഞ്ഞ സാധനം കോർ നെറ്റ്വർക്കാണ് ആക്ച്വലി. ഈ കോർ നെറ്റ്വർക്കിനകത്തേക്ക് കണക്ട് ചെയ്യുന്നത് ഏത് യൂസ് ചെയ്തിട്ടാണ്? ആക്സസ് നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടാണ്. അപ്പം ആക്സസ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന സാധനം ആക്ച്വലി എന്താ വെച്ചാൽ യൂസർ നെറ്റ്വർക്ക് വിച്ച് ഈസ് യൂസ് ടു കണക്ട് ദി സബ്സ്ക്രൈബേഴ്സ് ടു ദി സർവീസ് പ്രൊവൈഡർ. സർവീസ് പ്രൊവൈഡറായിട്ട് കണക്ട് ചെയ്യുന്ന യൂസർ നെറ്റ്വർക്കിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്സസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. Okay, so access network which allows M2M devices and gateway domain to communicate with the core network. Core network ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കാണ് ആക്ച്വലി എന്ത്? യൂസർ നെറ്റ്വർക്കാണ് ആക്ച്വലി എന്ത്? നെറ്റ്വർക്ക് ആക്സസ് നെറ്റ്വർക്ക് എന്നാണ്. ആക്സസ് നെറ്റ്വർക്ക് ഇൻക്ലൂഡ് XDSL, HFC, സാറ്റലൈറ്റ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. WLAN, YMAX എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, കോർ നെറ്റ്വർക്ക്. കോർ നെറ്റ്വർക്ക് ഈസ് എ സെൻട്രൽ എലമെൻറ്റ് ഓഫ് നെറ്റ്വർക്ക് ദാറ്റ് പ്രൊവൈഡ്സ് സർവീസ് ടു ദി കസ്റ്റമേഴ്സ് ഹു ആർ കണക്റ്റഡ് ബൈ ദി ആക്സസ് നെറ്റ്വർക്ക്. കോർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന സാധനമാണ് ആക്ച്വലി എന്ത്? മെയിൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ആ മെയിൻ നെറ്റ്വർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യും? സബ്സ്ക്രൈബർ ഏത് സർവീസിന് വേണ്ടിയാണോ കണക്ട് ചെയ്തിരിക്കുന്നത് ആ കണക്ട് ചെയ്തിരിക്കുന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്ന നെറ്റ്വർക്കാണ് ആക്ച്വലി എന്ത്? കോർ നെറ്റ്വർക്ക്. കോർ നെറ്റ്വർക്ക് സബ്സ്ക്രൈബറിനെ കണക്ട് ചെയ്യുന്നത് ത്രൂ ആക്സസ് നെറ്റ്വർക്കാണ്. ഓക്കെ, സോ കോർ നെറ്റ്വർക്ക് ഈസ് എ സെൻട്രൽ എലമെൻറ്റ് ഓഫ് നെറ്റ്വർക്ക് ദാറ്റ് പ്രൊവൈഡ്സ് സർവീസസ് ടു ദി സബ്സ്ക്രൈബേഴ്സ് ഓർ കസ്റ്റമേഴ്സ് ഹു ആർ കണക്റ്റഡ് ടു ദി ആക്സസ് നെറ്റ്വർക്ക്. ആക്സസ് നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെയിൻ എലമെൻ്റ് ആണ് ആക്ച്വലി എന്ത്? ആക്സസ് നെറ്റ്വർക്ക്. കോർ നെറ്റ്വർക്ക് പ്രൊവൈഡ്സ് കണക്ടിവിറ്റി, IP കണക്ടിവിറ്റി. IP കണക്ടിവിറ്റി കൊടുക്കുന്നത് ആരാണ്? കോർ നെറ്റ്വർക്കാണ്. സർവീസ് ആൻഡ് നെറ്റ്വർക്ക് കൺട്രോൾ ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? കോർ നെറ്റ്വർക്കാണ്. ഇൻ്റർ കണക്ഷൻസ് വിത്ത് അതർ നെറ്റ്വർക്കിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർ കണക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഇതാണ്, ഈ ഒരു കോർ നെറ്റ്വർക്കാണ്. റോമിംഗ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് കോർ നെറ്റ്വർക്ക്സ് അതർ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് കോർ നെറ്റ്വർക്കാണ്. കോർ നെറ്റ്വർക്ക് ഇൻക്ലൂഡ് 3GPP, CNS, ETSI എന്നൊക്കെ പറഞ്ഞ പ്രോട്ടോക്കോളിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആക്ച്വലി കോർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3GPP എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആക്ച്വലി കോർ നെറ്റ്വർക്ക്. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, കോർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ മെയിൻ നെറ്റ്വർക്കാണ്, മെയിൻ എലമെൻ്റാണ്. ഈ നെറ്റ്വർക്ക് ഡൊമൈനകത്തുള്ള മെയിൻ എലമെൻ്റാണ് which provides the service to the subscribers. They are connected to the access network. ആക്സസ് നെറ്റ്വർക്കിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് അവർ റിക്വസ്റ്റ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന നെറ്റ്വർക്കിനകത്തുള്ള മെയിൻ എലമെൻ്റാണ് ആക്ച്വലി എന്ത്? കോർ നെറ്റ്വർക്ക്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് M2M സർവീസ് കേപ്പബിലിറ്റീസ്. അപ്പം M2M എന്ന് പറയുക മെഷീൻ ടു മെഷീൻ സർവീസ് കേപ്പബിലിറ്റീസ്. അതിനകത്ത് കുറേ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. Provide M2M functions that are to be shared different applications. M2M services എന്തൊക്കെയാണ് ഡിസൈഡ് ചെയ്യുക? എക്സ്പോസ് ഫങ്ഷൻ ത്രൂ ദി സെറ്റ് ഓഫ് ഓപ്പൺ ഇൻ്റർഫേസ്. എന്തൊക്കെ ഫങ്ഷൻസാണ് നമുക്ക് ഇതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക? അതൊരു ഓപ്പൺ ഇൻ്റർഫേസ് വഴി എന്ത് ചെയ്യാൻ പറ്റുക? പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. യൂസ് കോർ നെറ്റ്വർക്ക് ഫങ്ഷണാലിറ്റീസ്. കോർ നെറ്റ്വർക്കിൻ്റെ ഫങ്ഷണാലിറ്റി എന്ത് ചെയ്യാൻ പറ്റുക? യൂസ് ചെയ്തിട്ട് അപ്ലിക്കേഷൻസിന് സെൻഡ് ചെയ്യാൻ പറ്റുക.
simplify and optimize applications development and deployment through hiding of network specificities. അപ്പം ഇത്രയും ഫങ്ഷൻസ്, അതായത് ഈ ഒരു ഫങ്ഷണാലിറ്റീസ്, എന്തൊക്കെ കേപ്പബിലിറ്റീസ് കൊടുക്കാൻ പറ്റും, എന്തൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്ന് ഡിസൈഡ് ചെയ്യുന്നത് M2M സർവീസ് കേപ്പബിലിറ്റീസ് ആണ്. ഈ സർവീസ് കേപ്പബിലിറ്റീസ് യൂസ് ചെയ്തിട്ട് ഈ സർവീസ് കേപ്പബിലിറ്റീസ് ആക്ച്വലി ഒരു ആപ്ലിക്കേഷൻസ് M2M ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ M2M applications. M2M applications that run service logic and use M2M service capabilities via an open interface. ഒരു ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോർ നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന M2M സർവീസ് കേപ്പബിലിറ്റീസ് സബ്സ്ക്രൈബേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്ത്, ഈ M2M ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. And last one, M2M management functions and M2M network management functions and M2M management functions. ലാസ്റ്റിലുള്ള പില്ലർ കണ്ടിട്ടില്ല നിങ്ങൾ, അതാണ് ആക്ച്വലി നെക്സ്റ്റ്. M2M management functions, M2M management function and network management functions. Network management functions consist of all the functions required to manage the access and core network. കോർ നെറ്റ്വർക്കിനകത്തെയും ആക്സസ് നെറ്റ്വർക്കിനകത്തുള്ളയും എല്ലാ ഫങ്ഷൻസും മാനേജ് ചെയ്യുന്നത് നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആണ്. കൺസിസ്റ്റ് ഓഫ് ഓൾ ദി ഫങ്ഷൻസ് റിക്വയർഡ് ടു മാനേജ് ദി ആക്സസ് നെറ്റ്വർക്ക് ആൻഡ് കോർ നെറ്റ്വർക്ക്. ദിസ് ഇൻക്ലൂഡ്സ് പ്രൊവിഷനിങ്, സൂപ്പർവിഷൻസ്, ഫോൾട്ട് മാനേജ്മെൻറ്റ് എക്സെട്ര. ഫങ്ഷൻസ് പ്രൊവിഷനിങ്, സൂപ്പർവിഷൻ, ഫോൾട്ട് മാനേജ്മെൻറ്റ് എക്സെട്ര ഇതൊക്കെ ചെയ്യുന്നത് നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആണ്. M2M management functions consist of all the functions required to manage M2M service capabilities in the network domain. നെറ്റ്വർക്ക് ഡൊമൈനകത്തുള്ള ബാക്കിയുള്ള എല്ലാ ഫങ്ഷൻസും മാനേജ് ചെയ്യുന്നത് M2M മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആണ്. The management of M2M devices and gateway uses a specific M2M service capabilities. ഇത്രയാണ് ആക്ച്വലി ഹൈ ലെവൽ ETSI ആർക്കിടെക്ചറിനകത്ത് പഠിക്കാനുള്ളത്. M2M high level ETSI architecture. So thank you.